പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുന്ന അപ്ഡേറ്റ് കഴിഞ്ഞ വർഷം AEW നടത്തിയ ഓൾ ഇൻ 2023 എന്ന ചരിത്രപരമായ ഷോയുടെ ബാക്ക് സ്റ്റേജിൽ CM പങ്കും ജംഗിൾ ബോയ് ജാക്ക് പെറിയും തമ്മിലുണ്ടാക്കിയ ബാക്ക് സ്റ്റേജ് ഫൈറ്റിൻ്റെ വീഡിയോ ഇപ്പോൾ AEW പുറത്തേക്ക് കൂട്ടിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് ആണ്. അപ്പോൾ നമുക്ക് അധികം ദീർഘിപ്പിക്കാതെ നേരെ വീഡിയോയിലോട്ട് കിടക്കാം. ഇന്ന് നടന്ന AEWൻ്റെ ഡൈനാമിക് വീക്ക്ലി എപ്പിസോഡിന് ഇടയിൽ റെസ്ലേഴ്സും AEWൻ്റെ എക്സിക്യൂട്ടീവ് വൈസ് പ്രസിഡന്റ് റോളുകൾ കൂടി ചെയ്യുന്ന യങ് ബക്സ് അവരുടെ എതിരാളിയെ പ്രൊവോക്ക് ചെയ്യുന്നതിൻ്റെ ഭാഗമായി ഓൾ ഇൻ്റെ ബാക്ക് സ്റ്റേജ് ഫുട്ടേജ് പുറത്തേക്ക് വിടുകയാണ് ചെയ്തത്. ഇത് മുൻകൂട്ടി അവർ അനൗൺസ് ചെയ്ത് റേറ്റിംഗ്സ് ഉയർത്താനുള്ള എല്ലാവിധ പരിപാടികളും അവർ ചെയ്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ വലിയൊരു ഹൈപ്പ് സൃഷ്ടിച്ചിട്ടാണ് ഈ ഒരു ഫുട്ടേജിൻ്റെ ആ ഒരു സെഗ്മെൻറ്റ് എത്തിയത്. ആ ഒരു ഫുട്ടേജ് അവർ ആ ഒരു സ്ക്രീനിൽ കാണിക്കുന്നു. ആ ഒരു ഫുട്ടേജിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ച ആ ഒരു കാര്യം CM പങ്കാണ് ആദ്യം ഫൈറ്റ് തുടങ്ങിയത്. CM പങ്കിനെ പ്രൊവോക്ക് ചെയ്യുന്ന രീതിയിൽ ജംഗിൾ ബോയ് ജാക്ക് പെറി ആയ ഷോയ്ക്ക് ഇടയിൽ എന്തൊക്കെയോ സംസാരിക്കുന്നു. അതിൽ പ്രൊവോക്കായ CM പങ്ക് ആദ്യം ജാക്ക് പെറിയെ തള്ളുന്നു. പിന്നീട് ജാക്ക് പെറിയെ ചോക്കൗട്ട് ചെയ്യാൻ വേണ്ടി കഴുത്തിൽ പിടിച്ച് ഞെക്കുന്നതൊക്കെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അവിടെ നിന്ന് സമോവ ജോ ഹൂക്ക് ബാക്ക് സ്റ്റേജ് പ്രൊഡ്യൂസേഴ്സായ ജെറി ലിൻ ക്രിസ് ഹീറോ തുടങ്ങിയവരൊക്കെ വന്നിട്ടാണ് ഇത് റെസ്ലേഴ്സിനെയും മാറ്റുന്നത്. വലിയൊരു ഫൈറ്റിലേക്ക് ഇവരൊക്കെ ഇടപെട്ടത് കൊണ്ട് കാര്യങ്ങൾ എത്തിയില്ല എന്ന് തന്നെ പറയേണ്ടി വരും. എന്നാൽ ഈ ഒരു കാര്യങ്ങളൊക്കെ CM പങ്ക് മുൻപ് അദ്ദേഹം കൊടുത്ത ഇൻ്റർവ്യൂകളിലൊക്കെ പറഞ്ഞ ഒരു കാര്യമാണ്. അദ്ദേഹത്തെ പ്രൊവോക്ക് ചെയ്യുന്ന രീതിയിൽ ജംഗിൾ ബോയ് സംസാരിച്ചു. അപ്പോൾ അതിൽ പ്രൊവോക്കായ താൻ ജംഗിൾ ബോയിയെ ചോക്കൗട്ട് ചെയ്യാൻ വേണ്ടി ശ്രമിച്ചു. ഇത് തന്നെയാണ് ബാക്ക് സ്റ്റേജിൽ നടന്നത് എന്നുള്ളത് CM പങ്ക് മുൻപേ ഈ ഒരു സത്യങ്ങളൊക്കെ വെളിപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഫുട്ടേജ് പുറത്തേക്ക് വിടുന്നതിലൂടെ AEW CM പങ്കിനെ തരം താഴ്ത്തി കാണിക്കാനാണ് ഉദ്ദേശിക്കുന്നത് എന്നുണ്ടെങ്കിൽ അതിൽ അവർക്ക് വിജയം കാണാൻ സാധിച്ചില്ല. ഇനി ഈ ഒരു ഫുട്ടേജ് കാണിക്കുന്നതിലൂടെ അവർക്ക് ചെറിയ രീതിയിലെങ്കിലും റേറ്റിംഗ്സ് ഉയർത്താൻ സാധിച്ചു എന്നുണ്ടെങ്കിൽ അത് ഈ ഒരു ആഴ്ച മാത്രമേ ഉണ്ടാകുകയുള്ളൂ. ആ വ്യൂവർഷിപ്പ് ഒന്നും അടുത്ത ആഴ്ചയൊന്നും അവർക്ക് കിട്ടാൻ പോകുന്നില്ല. ടോണി ഖാൻ ഈ ഒരു ഫുട്ടേജ് പുറത്തേക്ക് വിടുന്നതിനോട് അനുബന്ധിച്ച് പറഞ്ഞത് അവരുടെ ഡൈനാമിക് എപ്പിസോഡിനും ഇനി വരാൻ പോകുന്ന ഡൈനാസ്റ്റി എന്ന് പറയുന്ന പേപ്പർ വ്യൂവിനും കൂടുതൽ ശ്രദ്ധ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ഫുട്ടേജ് പുറത്തേക്ക് വിടുന്നത് എന്നാണ്. പക്ഷേ യഥാർത്ഥ കാരണം CM പങ്ക് റെസ്ൽമേനിയ വീക്കെൻഡുമായി ബന്ധപ്പെട്ട് ഒരു ഇൻ്റർവ്യൂ കൊടുക്കുകയുണ്ടായി. ആ ഒരു ഇൻ്റർവ്യൂവിൽ ടോണി ഖാനെ വലിയ ഒരു കാര്യമാക്കാതെയാണ് CM പങ്ക് സംസാരിച്ചത്. അദ്ദേഹത്തിൻ്റെ AEW കരിയറിനെ സംബന്ധിച്ചും അദ്ദേഹം സംസാരിച്ചു. ഈ ഒരു ബാക്ക് സ്റ്റേജ് ഫൈറ്റിനെ സംബന്ധിച്ചുമൊക്കെ CM പങ്ക് സംസാരിക്കുന്നുണ്ട്. അപ്പോൾ അതിൽ പ്രൊവോക്കായ ടോണി ഖാൻ ഈ ഓൾ ഇന്നിൻ്റെ ബാക്ക് സ്റ്റേജ് ഫുട്ടേജ് പുറത്തേക്ക് വിടാനുള്ള ഒരു തീരുമാനം എടുക്കുകയും അതായത് CM പങ്ക് തനിക്ക് വില തരുന്നില്ല എന്ന് മനസ്സിലാക്കി CM പങ്കിനെ തരം താഴ്ത്തി കാണിക്കാൻ ടോണി ഖാൻ ശ്രമിക്കുകയും അതിലൂടെ അവർ ഡൈനാമൈറ്റിൽ ഈ ഒരു ഫുട്ടേജ് കാണിക്കുകയും ചെയ്തു എന്നാണ് യഥാർത്ഥത്തിൽ ഇതിൻ്റെ ഒരു യാഥാർത്ഥ്യം എന്ന് പറയുന്നത്. എന്നാൽ CM പങ്കിനെ സംബന്ധിച്ച് ഇത് അദ്ദേഹത്തിൻ്റെ രോമത്തിൽ പോലും തൊടാൻ സാധിക്കാത്ത ഒരു ഫുട്ടേജ് മാത്രമാണ്. കൂടാതെ CM പങ്ക് ഒരു ഇൻസ്റ്റാഗ്രാം സ്റ്റോറിയും പങ്കുവച്ചിട്ടുണ്ട്. മിഷൻ അക്കംപ്ലിഷ്ഡ് എന്ന് പറഞ്ഞുകൊണ്ട് ജോർജ് ബുഷിൻ്റെ ഒരു ഫോട്ടോയാണ് അവിടെ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ CM പങ്കും ഇത് തമാശ രൂപേണയാണ് എടുത്തിട്ടുള്ളത്. ഡൈനാമിക് എപ്പിസോഡിനേക്കാൾ X എന്ന് പറയുന്ന സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ ഇപ്പോൾ CM പങ്കാണ് ട്രെൻഡിങ് ആയി നിൽക്കുന്നത്. അപ്പോൾ ഡൈനാമിക് എപ്പിസോഡിലൂടെ അവർ ഉദ്ദേശിച്ചത് അവരുടെ ഷോയ്ക്ക് കൂടുതൽ വ്യൂവർഷിപ്പ് കിട്ടാനാണ്. എന്നാൽ CM പങ്ക് എന്ന് പറയുന്ന റെസ്ലറിനെ സംബന്ധിച്ചാണ് ഇപ്പോൾ എല്ലാവരും ചർച്ച ചെയ്യുന്നത്. AEW അവരുടെ റേറ്റിംഗ്സ് ഉയർത്താൻ വേണ്ടി എന്ത് തരം താഴ്ന്ന പരിപാടിയിലേക്കും കടക്കാൻ തയ്യാറാണ് എന്നുള്ളതാണ് അവർ ഇതിലൂടെ വെളിവാക്കുന്നത്. ഇനി നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിലൊന്ന് രേഖപ്പെടുത്തുക. വീഡിയോ നമുക്ക് നമ്മുടെ വീഡിയോയുടെ ഒപ്പം ചേർക്കാൻ സാധിക്കാത്തത് കോപ്പിറൈറ്റ് പ്രശ്നങ്ങൾ മൂലമാണ്. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി കാണുന്നത് വരെ ബൈ.